ലീഗലാണല്ലോ. ഗണേഷ് കുമാർ സാർ കാണാണ്ട് ഓടിച്ചാൽ മാത്രം യൂട്യൂബർ പുള്ളി നേരെ വണ്ടിയുടെ അതോട്ട് എന്താണ് ചെയ്തേക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിന്റെ ഒരു സിംഗിൾ ഷോപ്പിൽ തന്നെ ഇതെല്ലാം ഉണ്ടാവാറില്ല. ഇതെനിക്കൊരു വൺ ട്രൂ സൊല്യൂഷൻ ആയിട്ട് തോന്നി. ഒന്നും ഞാൻ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല. നല്ല വിശേഷം. ഇദ്ദേഹത്തിന്റെ വണ്ടി നമ്മൾ ബോറോഫിംഗ് കോട്ടിങ് ചെയ്തിട്ട് ഇന്നേക്ക് ഇപ്പൊ ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു. കോട്ടിങ് ചെയ്ത് അന്ന് മുങ്ങിയതാണ് ആള്. എനിക്കൊരു ഫീഡ്ബാക്ക് പോലും ആക്ച്വലി പറഞ്ഞു തന്നിട്ടില്ല. സത്യം പറ, വർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ എന്റെ ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടാണോ ഇവിടുന്ന് മുങ്ങിയത്? സത്യം പറഞ്ഞാൽ കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ടോ. ഇന്നാണൊന്ന് ഫ്രീ ആയത്. ഇന്ന് വണ്ടി വഴിക്കാണ് വണ്ടി കഴിയുന്നത്. ഓക്കെ, 3 ആഴ്ചക്ക് ശേഷം. ഓക്കെ, അത് തന്നെയാണ് ഏറ്റവും വലിയ ടെസ്റ്റ് പണി. ഓക്കെ, ബിക്കോസ് അത്ര അടിപൊളി ക്വാളിറ്റിയാണ്. ടെസ്റ്റ് ഒന്നും അങ്ങനെ വരുന്നില്ലല്ലോ. ഇല്ല, നോർമൽ പ്രോപ്പർ ജസ്റ്റ് ഞാനിപ്പോ വാഷ് ചെയ്ത് എങ്ങനെയാണ് ഫോം പോലും ഇട്ടിട്ടില്ല. ജസ്റ്റ് നോർമൽ വാഷ് ചെയ്തിട്ടുണ്ട്. മെയിൻ്റെനൻസ് ഫ്രീ ആണ് അല്ലേ? വളരെ മെയിൻ്റെനൻസ് ഫ്രീ. ഞാൻ ഈ ബോറോഫിൻ ചെയ്യണേക്ക് മുമ്പ് 2 ദിവസം കൂടി നമ്മുടെ കാർ വാഷ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അവിടുത്തെ ബായ് വരെ എന്നോട് ചോദിച്ചു എന്ത് വെച്ച് സാധനം വരല്ലേ. ഞാൻ ബോറോഫിൻ കൂട്ടി ചെയ്തു. ഓക്കെ, അതിന്റെ ഒരു പ്രോപ്പർട്ടിയിൽ പുള്ളി എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഗ്ലേസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വണ്ടി നോക്കുന്നുണ്ട് ഇപ്പൊ. തീർച്ചയായും, ബിക്കോസ് നമ്മുടെ കറക്റ്റ് അറിയാലോ, നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കിയേക്കാണ്. എല്ലാ ഫൈബർ പാർട്സ് എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞു ബോഡി കളർ മാത്രമേ കാണാനുള്ളൂ. മഡ് ഫ്ലാപ്പ് വരെ ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ലൈക്ക് ആ ഒരു വൈബ് ഉള്ളതുകൊണ്ട് ലൈക്ക് ബോറോഫിൻ ചെയ്യുമ്പോൾ അതൊരു ഫീലിംഗ് കൂടി. കാരണം ഒരു കാർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നേരെ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങുന്ന ഒരു ഫീൽ കിട്ടുന്നത്. അത്ര അടിപൊളിയാണ്, അത്ര നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. കിടില അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിന്റെ ലുക്ക് എന്തായാലും ഈ വീഡിയോന്റെ ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മൊത്തത്തില് ഈ ആന്റി ഗ്ലെയർ ചെയ്തിട്ട് എന്താ അവസ്ഥ? ആന്റി ഗ്ലെയറിംഗ് ഇന്ന് രാവിലെ നമ്മുടെ ഒരു നെഫ്യൂ നമ്മുടെ വാക്ക് നെഫ്യൂ എന്ന് പറഞ്ഞ യൂട്യൂബർ പുള്ളി നേരെ വണ്ടിയുടെ അതോട്ട് എന്താണ് ചെയ്തേക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നമ്മുടെ എടപ്പള്ളിലുള്ള മോഞ്ചോ കഫേയിൽ നിന്നാണ് ഒരു ആന്റി ഗ്ലെയറിംഗ് കോട്ടിങ് ചെയ്യുന്നത്. അത്യാവശ്യം എബോ 5K കൊടുക്കണം, പക്ഷെ എന്നാലും വേർത്താണ്. ചൂട് കുറവുണ്ടോ? സൺഗ്ലാസ് പോലും ഇടാണ്ട് നോക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പോകണമെങ്കിൽ അത്ര നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനിയിപ്പോ എന്താ വെച്ചാൽ ക്ലൈമറ്റ് ഒക്കെ മാറുകയാണല്ലോ, എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനം. ലീഗലാണല്ലോ. 70% നമ്മൾ ചെയ്യുന്നു. ഗണേഷ് കുമാർ സാർ കാണാണ്ട് ഓടിച്ചാൽ മാത്രം. ഹൈക്കോടതി ബെഞ്ച് വന്നെങ്കിലും ഇപ്പൊ അതിനിടയ്ക്ക് ഒരു കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 70% ആണ് ഹൈക്കോർട്ട് പറഞ്ഞ അത്രയും. പിന്നെ എനിക്ക് LED ലൈറ്റ്സ് ഞാൻ നല്ല ഹൈ ബീം നോക്കി അടക്കുമായിരുന്നു. അതൊക്കെ ഇവിടെ കിട്ടിയില്ല. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ബിക്കോസ് മൾട്ടിപ്പിൾ ഷോപ്സിലൊക്കെയാണ് സാധാരണ പോവാറ്. കാരണം ഒരു സിംഗിൾ ഷോപ്പിൽ തന്നെ ഇതെല്ലാം ഉണ്ടാവാറില്ല. ഇത് എനിക്കൊരു വൺ ട്രൂ സൊല്യൂഷൻ ആയിട്ട് തോന്നി. ഫീഡ്ബാക്ക് ഒന്നും ഞാൻ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല. വേണമെങ്കിൽ ഫീഡ്ബാക്ക് തന്നാൽ മതി എന്നാ ഞാൻ ആദ്യം പറഞ്ഞത്. അല്ല, ഞാൻ മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്ന ആൾ തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാറിന്റെ കാര്യത്തിലായാലും. ബിക്കോസ് എന്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. എന്റെ ഫുൾ ടൈം ഞാൻ ഈ കാറിലും കാര്യത്തിലേക്ക് ഞാൻ പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആയാലും ആര് കണ്ടാലും ലൈക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. നമ്മളെ ടാറ്റ പഞ്ചും ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയൊരു പണി കിട്ടിയിട്ട് അത് ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ എന്തായാലും പറയുന്നതായിരിക്കും. ചെറിയൊരു പണി കിട്ടിയിട്ട് കിടക്കാണല്ലോ.